ചെക്കൻ മാഷാണ്. അല്ല കോളേജിലും അല്ല, സ്കൂളിലും അല്ല. അവ ട്യൂഷൻ പഠിപ്പിക്കണ പിള്ളേരാ മാഷ. ആ വീട്ടിലിരുന്ന് കുറെ പിള്ളേർ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ആ നല്ല നല്ല ആലോചനയാണ്, നല്ല ആലോചന. നടത്തിയെന്ന് തോന്നുന്നു നല്ലത്. ആ നമുക്ക് നോക്കാം നോക്കാം നോക്കാം. ശരി 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 ശരി. എന്താണ് സുഖം ഈ മാങ്ങ പറിക്കുന്ന നടക്കണേ? അലിജിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നു? അല്ല എന്തായി നമ്മളെ കാര്യം? എന്തേ കൊച്ചിനെ ഇറക്കി വിടണ്ടേ ഇവിടുന്ന്? നീ ഒരു ഒറ്റൊരുത്തക്കാരനല്ലേ ഞാൻ അവളെ വിശ്വസിച്ച് അവന് കെട്ടിച്ചു കൊടുത്തത്? എന്താ സുഖം അങ്ങനെ പറയണേ? നീ അന്ന് എന്താ പറഞ്ഞു? 10 10 പൊരുത്തുണ്ട്. കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, സർക്കാർ ജോലിക്കാരൻ, പോരടിക്കാൻ വീട്ടിൽ അമ്മായിയമ്മയില്ല. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുത്ത്. എന്നിട്ടിപ്പോ എന്തായി? രണ്ടും രണ്ടോടത്തിയിലായില്ലേ? അതാണ് ഇപ്പൊ സുഖത്തിന്റെ പ്രശ്നം. പിന്നെ പ്രശ്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വേറെ നല്ല കേൾക്കുന്നുണ്ട്. സർക്കാർ ജോലിയില്ല, സർക്കാർ ജോലി എന്നല്ല, ഒരു ജോലിയില്ല. അത്യാവശ്യം പുക വിളിക്കും, 2 അടിക്കും. പിന്നെ അടിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല, കൂട്ടുകാരും ചീട്ട് കളിക്കും മാത്രമേ ഉള്ളൂ ഈ പുകയും അടിയൊക്കെ. പിന്നെ വീട്ടിൽ അമ്മായിയമ്മ ഉണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ആലോചിച്ചാലോ? മനുഷ്യൻ ഇവിടെ നെഞ്ഞു നീറിയിരിക്കുമ്പോ വന്നിട്ട് ഇമാര് കോസ്രാകൊള്ളിത്തിന് വർത്താനം പറയരുത്. എന്റെ സുഖേട്ടാ, നിങ്ങൾ പിന്നെ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ എന്ത് പറയും? ഇപ്പൊ ഇവരുടെ സ്വഭാവം നമുക്ക് ചൂന്ന് നോക്കാൻ, ചക്കയും വാങ്ങുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് നോക്കായിരുന്നു. അല്ല അപ്പൊ അവളുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കെട്ടാനാവും. ഇപ്പൊ നമ്മുടെ മോക്ക് ചേർന്ന ഒരു സാധനം എന്റെ വന്നിട്ടുണ്ട്. നല്ലൊരു ചേക്ക, മോളെ പോലെ തന്നെയാണ്. ഡിവേഴ്സാണ്. ജാതകമൊന്നും വേണ്ട, ജാതകം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജാതകമൊന്നും വേണ്ടെന്ന് നമുക്ക്. ഇപ്പൊ നമുക്ക് മിലിറ്ററിക്കാരനാണ്, മിലിറ്ററിയാണ്. പിന്നെ ഒരു കുട്ടിയുണ്ട്, അതേ ഉള്ളൊരു ചെറിയ പ്രശ്നം. അത് നമ്മൾ മേടിക്കണ്ട. കുട്ടി അവന്റെ ഭാര്യയുടെ കൂടെ പോയിട്ടുണ്ട്. നല്ല പയ്യനാ, പട്ടാള കാശ്മീരില. അതെന്താ കാരണം? അത് പെട്ടി ശരിയല്ല, അവള് ശരിയല്ല. അവള് ഭയങ്കര മോശക്കാരി, അവള് കുഴപ്പക്കാരിന്ന്. പാവം ചെക്കൻ ഒരുപാട് അനുഭവിച്ചു. അല്ല 2ാം കെട്ട് പറയുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ 3 കെട്ടിയില്ലേ, എന്ത് പ്രശ്നം ഉണ്ടായി? ഒരു കുഴപ്പമില്ല. മണ്ടോതിലൊന്ന് വരട്ടെ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അല്ല സംസാരിക്കേണ്ട ആവശ്യമില്ല, അവളെ ഇവിടെ പരിനിർത്തി ഇരുത്താനൊന്നും പോവില്ല, കെട്ടിച്ചു വിട്ടേ പറ്റും. ഞാനൊരു കാര്യം പറയാം. ഇത് വൈകുന്നോറും വേറെ ആരെങ്കിലും കുത്തിക്കൊണ്ടു ഇല്ല, എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. ശരി എന്നാ. അല്ല സുഖേട്ടാ, വേറെ കാര്യം കൂടി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കും സുഖേട്ടാ. ഇത് ഇന്നത്തെയാണ് ഭാഗ്യം. എനിക്ക് ഭാഗ്യമുള്ള സമയമാണെങ്കിൽ എന്റെ മോള് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കില്ലല്ലോ. ഇത് വിടാതെ മനസ്സിലിട്ടേക്കല്ലേ. അത് ഇതിന്ന് പറഞ്ഞ എടുക്കും സുഖേട്ടന്. അല്ല അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. പൈസ തരണ്ട, പൈസ വേണ്ട. എനിക്ക് കമ്മീഷൻ ആയിട്ട് തന്നാൽ മതി. ഇതിന്റെ പൈസ തരണ്ട. അതാ കയ്യിലില്ല, അതാ മോള് വരണം. അപ്പൊ 500-ഉം ഇത് 40-ഉം. 540 കേട്ടാ. പിന്നെ വൈകരുത്, ചെറുക്കനെ ആരെങ്കിലും കുത്തിക്കൊണ്ട് പോകും. മറക്കല്ലേ? ഓഹോ. നടന്നാ മതിയാണ്. എന്തിനാ ബ്രോക്കർ വന്നേ? അത് കല്യാണക്കാര്യം പറയാൻ. ആർക്ക്? അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്കിനി കല്യാണം ഒന്നും വേണ്ടാന്ന്. അല്ല ആദ്യം കൊടുന്ന ആലോചന അങ്ങനെയായിരുന്നു കരുതിയിട്ട് ചിലപ്പോ ഈ ആലോചനയാണെങ്കിലോ. ശരി എന്റെ പൊന്നച്ഛ, എനിക്കിനി കല്യാണം വേണ്ട. ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയാ, എനിക്ക് പറ്റിയ ഒരാളാണെന്ന് തോന്നിയാ അപ്പൊ ഞാൻ അച്ഛനോട് പറയാം. അല്ല കുട്ടി, എനിക്ക് സുഖമില്ലല്ലോ. സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. അതല്ല, എനിക്ക് സുഖമില്ലാണ്ട് എന്തെങ്കിലും പറ്റിയാ പിന്നെ നീ ഒറ്റയ്ക്കാവില്ലേ? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഡിവോഴ്സ് എന്ന് പറയണത് ജീവിതത്തിന്റെ അവസാനം ഒന്നല്ല. ഇപ്പൊ ഞാൻ നല്ല സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അച്ഛന് സമാധാനം ഉണ്ടാവില്ലല്ലോ മോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാണ്, ഇനി ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത്. എന്തെങ്കിലും ഒരു ആഗ്രഹം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അച്ഛനെ അറിയിക്കാം. മതിയോ? ആ മാങ്ങ പറിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും നോക്കി നിക്കണേന്ന്. അങ്ങോട്ട് ആ വാ.